കൊച്ചിക്കാരെ സംബന്ധിച്ച് ഇന്ന് കുറച്ചും കൂടി സന്തോഷം ഇരട്ടിച്ചൊരു ദിവസമാണ്. കാരണം ഇനി കൊച്ചി നഗരത്തിലേക്ക് പശ്ചിമ കൊച്ചിക്കാർക്കും എളുപ്പത്തിൽ വരാൻ പറ്റും. കൊച്ചി വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കൊച്ചി വേറെ ലെവൽ. അപ്പോൾ ഇതോടുകൂടി വാട്ടർ മെട്രോ ടെർമിനലുകളുടെ എണ്ണം 12 ആയിട്ടുണ്ട്. 2 പ്രദേശത്തെയും വാണിജ്യ, ബിസിനസ്, ടൂറിസം വികസനത്തിനും വാട്ടർ മെട്രോയുടെ വരവ് ഊർജം പകരും. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം സാക്ഷിയായ, അതിൽ യാത്രയും ചെയ്ത സഹിൻ ആന്റണി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഹൈഫൈവിൽ. സഹിനെ, ആദ്യ യാത്ര എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ വാട്ടർ മെട്രോ എങ്ങനെയുണ്ട്? സേതു, വാട്ടർ മെട്രോയിൽ ഞാൻ മുൻപ് കയറിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൽ നിന്നും, നഗരമധ്യത്തിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്ക് എത്താൻ വെറും നിമിഷങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇത്തവണയുള്ളത്. കാരണം മട്ടാഞ്ചേരിക്ക് മുൻപ് യാതൊരു തരത്തിലും വാട്ടർ മെട്രോ അനുവദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ടെർമിനലുകൾ വന്നു. ഒന്ന് മട്ടാഞ്ചേരിയിലാണ് ഒരു ടെർമിനൽ വന്നിരിക്കുന്നത്, മറ്റൊന്ന് വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. അങ്ങനെ 2 ടെർമിനലുകൾ നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി 12 ടെർമിനലുകൾ ഇപ്പോൾ കൊച്ചിയിൽ വാട്ടർ മെട്രോയ്ക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കൊച്ചിയിലെ മുഴുവൻ ഒറ്റപ്പെട്ട ദ്വീപുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചി നഗരവുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കാണുന്നത് പോലെ തന്നെ വാട്ടർ മെട്രോ വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഒരു രൂപം തന്നെ അതിമനോഹരമാണ്. കാരണം അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ മുഴുവൻ ശീതീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും സഹിച്ചിരിക്കേണ്ടി വരില്ല. മാത്രമല്ല, നഗരത്തിൻ്റെ മുഴുവൻ കാഴ്ചയും കണ്ട് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടവുമായിട്ടോ ആളുകളൊക്കെ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവർ യാത്ര ചെയ്യേണ്ട ഒരിടം കൂടിയായി വാട്ടർ മെട്രോ മാറിയിരിക്കുന്നു. ഒരു അനുഭവമാണല്ലോ. മുൻപ് കൊച്ചിയിൽ വരുമ്പോൾ നമ്മൾ പോകുന്ന മാളുകളുണ്ട്, ഒപ്പം തന്നെ കൊച്ചി മെട്രോയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിലും പ്രത്യേകത നിറഞ്ഞ ഒരിടമായി വാട്ടർ മെട്രോ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ സഹിൻ? തീർച്ചയായിട്ടും സേതു. കാരണം വാട്ടർ മെട്രോയ്ക്ക് നിരവധി ആളുകളുണ്ട്. നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ 50 ലക്ഷത്തിലധികം ആളുകൾ വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും അതിൻ്റെ എണ്ണം കൂടും. കാരണം ടെർമിനലുകളുടെ എണ്ണം കൂട്ടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ എണ്ണം കാര്യമായി തന്നെ കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കൊച്ചിയിലെ ഒറ്റപ്പെട്ട ദ്വീപുകൾ, നിരവധി ദ്വീപുകളുള്ള ഒരു ഇടം കൂടിയാണ് കൊച്ചി നഗരം എന്ന് പറയുന്നത്. ആ ഒറ്റപ്പെട്ട ദ്വീപുകളെല്ലാം മധ്യവുമായി അല്ലെങ്കിൽ നഗരവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ളൊരു പദ്ധതിയായി വാട്ടർ മെട്രോ മാറുന്നു എന്നുള്ളതാണ് സേതു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിമനോഹരമായി വാട്ടർ മെട്രോയുടെ 2 ടെർമിനലുകൾ കൂടി ഇന്ന് ജനത്തിന് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് മട്ടാഞ്ചേരി ടെർമിനലാണ്, മറ്റൊന്ന് വെല്ലിംഗ്ടൺ ഐലൻഡാണ്. ഇത് രണ്ടും, ഈ ടെർമിനലുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. രണ്ടും പണിതിരിക്കുന്നത് വെള്ളത്തിലാണ്. അതായത് സാധാരണ വെള്ളത്തിലേക്ക് ടെർമിനലുകൾ പണിയാറില്ല, പക്ഷേ ഇത് വെള്ളത്തിലാണ് ഈ ടെർമിനലുകൾ പണിതിരിക്കുന്നത്. ഇവിടെ നിന്നും വാട്ടർ മെട്രോയിൽ മട്ടാഞ്ചേരിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊച്ചിയുടെ പൈതൃകം മുഴുവൻ കാണാൻ കഴിയും. കാരണം ഈ പൈതൃക മധ്യത്തിലാണ് ഇത്തരത്തിൽ വാട്ടർ മെട്രോ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കുറഞ്ഞ ചിലവിൽ ആളുകൾക്ക് യാത്ര ചെയ്ത് കൊച്ചിയുടെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഇപ്പൊ മട്ടാഞ്ചേരിയിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും വാട്ടർ മെട്രോയിൽ? രണ്ടാമത്തത്, ഇപ്പൊ നോർമൽ മെട്രോ കാർഡ് വെച്ച് നമുക്ക് ഈ വാട്ടർ മെട്രോയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സേതു. അതായത് ഈ മെട്രോ എന്ന് പറയുന്നത് 3 തരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊന്ന് ആകാശത്തുകൂടി അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പായുന്ന ട്രെയിൻ, മെട്രോ ട്രെയിനുണ്ട്. മറ്റൊന്ന് റോഡ് മാർഗ്ഗം സഞ്ചരിക്കുന്ന മെട്രോ ബസ്സുകളുണ്ട്. കൂടാതെയാണ് വാട്ടർ മെട്രോ. ഇതിനെല്ലാത്തിനും ഒറ്റ കാർഡ് മതി. മാത്രമല്ല, നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈക്കോടതി ജെട്ടിയിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്ക് പോകാൻ 20 മിനിറ്റാണ് എടുക്കുക. ആ 20 മിനിറ്റ് കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകാൻ കഴിയുന്നത്. കാരണം എപ്പോഴും കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കായലാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കായലുകളിലൂടെ ഈ യാത്ര ചെയ്യാൻ നേരത്ത് ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൂടെ കൊച്ചിൻ പോർട്ടും ഒപ്പം തന്നെ ഷിപ്പ്യാർഡും അതിൻ്റെ എല്ലാ മനോഹാരിത കണ്ട്, നേവൽ ബേസിൻ്റെ എല്ലാം ഭംഗി കണ്ട് യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി വരെ, ഇവിടെ നിന്ന് മട്ടാഞ്ചേരി വരെ പോകാൻ നേരത്ത് കുറഞ്ഞ നിരക്ക് മാത്രമേ ആവുള്ളൂ. ഒരു കുടുംബത്തിന് ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസമോ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്താൽ തന്നെ മനോഹരമായാണ്. അല്ലെങ്കിൽ അവരുടെ
ഏറ്റവും മനോഹരമായ കാഴ്ചകൾ അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതിനിടയിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി കാണാൻ പലയിടങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു, പല ദേശങ്ങളിൽ നിന്നും വരുന്നു. ആ ആളുകൾക്കൊക്കെ യാത്ര അനുഭവിക്കാനും ഒപ്പം തന്നെ കൊച്ചി അനുഭവിക്കാനുമുള്ള ഒരു മാർഗമായി വാട്ടർ മെട്രോ മാറുന്നു എന്നുള്ളതാണ്. ഇന്ന് 2 ടെർമിനലുകൾ കൂടി ഇന്ന് വന്നിട്ടുണ്ട്. ആ 2 ടെർമിനലുകൾ ഒന്നെന്ന് പറയുന്നത് മട്ടാഞ്ചേരിയാണ്, മറ്റൊന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് ആണ്. ഇനി കൂടുതൽ ടെർമിനലുകൾ വരും. അതായത് ഇടക്കൊച്ചിയും തോപ്പമ്പടിയും എല്ലാം വരാൻ നേരത്ത് ഒരു കുടുംബത്തിന് ഒന്ന് രാവിലെ വാട്ടർ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ഉച്ചവരെ കറങ്ങാനുള്ള ഒരിടമായി മാറും. ഒപ്പം തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ച, ഏറ്റവും സുന്ദരമായ കാഴ്ച ആ വാട്ടർ മെട്രോയിലൂടെ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇന്ന് മുഖ്യ തീർച്ചയായും പറഞ്ഞോളൂ. ഇല്ല കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഈ പറഞ്ഞതുപോലെ കൊച്ചി കാണാൻ എത്തുന്നവർക്ക് നമ്മൾ നിശ്ചയമായിട്ടും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കൊച്ചിയിൽ വരുമ്പോഴത്തേനും ഇല്ലാത്തൊരു സാധനമാണ് വാട്ടർ മെട്രോ അല്ലേ. മറ്റിടങ്ങളിലൊന്നും വാട്ടർ മെട്രോ എന്ന് വന്നിട്ട് മാത്രമല്ല ഇത്രയും കായലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊച്ചിയിലാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഇനി ഈ കുറച്ചും കൂടി ടെർമിനലുകളൊക്കെ വ്യാപിപ്പിച്ച സമയത്ത് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഒരു യാത്ര കൂടിയാവാം. അപ്പോൾ എന്താണേലും പോണം, കാണണം, അതൊക്കെ ആസ്വദിക്കണം.